കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട് പാരഗൺ. പാരഗൺകാരാണ് ഇപ്രാവശ്യം ഇവിടുത്തെ ഫുഡ് കോർട്ട് എടുത്തിരിക്കുന്നത്. പേരിട്ടേക്കുന്നത് ഇമ്പോർട്ടീസ് ആണോ? ഒട്ടകത്തിന്റെ പാലിലുണ്ടാക്കണ ഒട്ടകത്തിന്റെ പാലിലുണ്ടാക്കുന്ന ഒട്ടകത്തിന്റെ പാലും തേനും നെയ്യും ഗോതമ്പും. ഒട്ടകത്തിന്റെ പാലും നെയ്യും ഒക്കെ എന്നാ പറയുന്നത്. എന്താ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ കാലിന് വാദം ഉണ്ടാകത്തില്ല. എല്ലാവർക്കും സ്വാഗതം. അങ്കമാലി ആഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന ഫോട്ടോ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള ഫുഡിൻ്റെ വൈവിധ്യമാർന്ന ഒരു കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വർഷവും ഇവിടെ ഫുഡിൻ്റെ ഒരു വൈവിധ്യമാർന്ന സ്റ്റാളാണ് സംഘടിപ്പിക്കുന്നത്. നമുക്ക് വൈവിധ്യമാർന്ന കാഴ്ചകൾ ഓരോന്നോരോന്ന് കാണാം. ചോക്ലേറ്റ് ആണ് സാമ്പിൾ സൗജന്യം കേട്ടോ. കപ്പലടിയൊക്കെ ചേർന്ന ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് പേരിട്ടേക്കുന്നത് ഇമ്പോർട്ടീസ് ആണോ? ഒമാനിന് ഇല്ല, ഒമാനിന് ഇമ്പോർട്ട് ചെയ്തെന്നൊക്കെയാ പറഞ്ഞേ. ഇതാണിത് ഒമാൻ ചോക്ലേറ്റ്. ഇത് പീനട്ട് അല്ലേ? ഇത് ബദാം പരിപ്പിലുണ്ട്, അണ്ടിപ്പരിപ്പിലുണ്ട്. അണ്ടിപ്പരിപ്പ് എല്ലാ ഇതിലും ഉള്ളതാണ്. ആൽമണ്ടി 1 കിലോ 350, അണ്ടിപ്പരിപ്പ് 1 കിലോ 350. തൂക്കുന്ന ഒരു സാധനമാണ്. തൂക്കുന്ന ഒരു സാധനം. ഇവിടെ കോഴിക്കോടൻ അലുവ. കോഴിക്കോടൻ അലുവ സാമ്പിൾ സൗജന്യമാണ്. സാമ്പിളൊക്കെ സൗജന്യമായിട്ട് ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ വയറ് നിറയും. അതാണ് ഇവിടുത്തെ ഒരവസ്ഥ. കോഴിക്കോടൻ അലുവ ആണ്ടേ. കോഴിക്കോടൻ അലുവ അതന്നെ. കോഴിക്കോടൻ അലുവ ഒറിജിനൽ കോഴിക്കോടൻ അല്ലേ? അത് ആളും അലുവയും കോഴിക്കോടാണ്. ധൈര്യമായിട്ട് കഴിച്ചു. ഒറിജിനൽ ആണെന്നാ പറയുന്നത്. അതെ അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചാത്തനെ കൊണ്ടുള്ള കളിയില്ല. ഇതാണോ ഒട്ടകത്തിന്റെ രാജാവ് ഉണ്ട്. അതെന്തോ? ഒട്ടകത്തിന്റെ പാലിലുണ്ടാക്കണ. ഒട്ടകത്തിന്റെ പാലിലുണ്ടാക്കുന്ന? അതെ അതെ, ഒട്ടകത്തിന്റെ പാലും തേനും നെയ്യും ഗോതമ്പും. ഒട്ടകത്തിന്റെ പാലും നെയ്യും ഒക്കെ എന്നാ പറയുന്നത്. എന്താണെന്ന് സംഭവം കേട്ടില്ല. കഴിച്ചു നോക്കട്ടെ. അങ്ങോട്ട് വരി, അലുവ മേടിക്കണം. ഇവിടെ സ്പൈസസിന്റെ ഒരു ഇതാണ്. അവിടെ ഹൈ റേഞ്ച് സ്പൈസസ് എന്ന് പറഞ്ഞു. കുരുമുളക്, ഏലക്ക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. തിരക്കായതുകൊണ്ട് ഇതൊക്കെ ചോദിക്കാനൊന്നും വയ്യ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇവിടെ തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഹോട്ട് ബാഗാണ്. ഹോട്ട് ബാഗ് ഉണ്ട്. അതേപോലെ മസാജറൊക്കെയാണ് ഇവിടെ. മസാജർ, ചെരുപ്പ്, അങ്ങനെയൊക്കെ ഉള്ള. അതെന്താ ചെരുപ്പിന്റെ പ്രത്യേകത ഉണ്ടോ? ചൂട് പിടിക്കുന്ന ഹോട്ട് ബാഗ് ആണ്. തിളപ്പിച്ച് വെച്ചാൽ മതി. 100 ഡിഗ്രി തിളച്ചുള്ള ഒഴിച്ച് 5 മണിക്കൂർ ചൂട് പോകാതിരിക്കും. പെയിനൊക്കെ ഉള്ളപ്പോൾ നല്ല ശരീരത്തിന് പെടലുവേനയും നടുവേനയും കാലുവേനയും പിള്ളേർക്ക് വയറുവേനുള്ള സമയത്തൊക്കെ നല്ല ചൂട് കൊടുക്കാൻ നല്ല. അതുപോലെ ഐസ് കെട്ടിട്ട് ഐസ് ബാഗായിട്ട് ഉപയോഗിക്കാം. പനി തലവേനയൊക്കെ ഉള്ളപ്പോൾ ഹോട്ട് ആൻഡ് കൂൾ ബാഗ് എന്ന് പറയും. ഇത് അക്വാപ്രഷർ ബാക്ടീരിയ പവറുള്ള ചെരുപ്പാണ്. ഉപ്പുറ്റി വേദന, പാദം വിണ്ടുകയറിൽ, വെരിക്കോസ് വേദന, ഒരുപാട് അസുഖങ്ങൾക്ക് നല്ല ഓർത്തോ ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്ന. ഈ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ കാലിന് വാദം ഉണ്ടാകത്തില്ല. വീടിനകത്തൊക്കെ ടൈലും മാറുമ്പോഴൊക്കെ തണുപ്പല്ലേ, നമുക്ക് വീടിനകത്ത് ഈ ചെരുപ്പിട്ടാൽ ഭയങ്കര എനർജിയാണ്. ഓക്കെ, സൂപ്പറാണ്. അതിൽ 3D മസാജറാണ്. പേശികൾക്ക് നല്ല ബലം കിട്ടും. ഇത് ഫേസ് റോളായിട്ട് വയ്യും. മുഖത്തിൻ്റെ കവിള് കുറയും, ജോലയും വരും. മുഖത്തെ ഡബിൾ ചിഹ്നം മാറാനൊക്കെ നല്ല 3D മസാജർ. വളരെ പ്രയോജനമുള്ള ഇമ്പോർട്ടിംഗ് പ്രോഡക്റ്റ്, വളരെ പ്രയോജനമുള്ള പ്രോഡക്റ്റ് ഒക്കെ. നല്ല 50% വിലക്കുറവിൽ നമ്മളെല്ലാം വെക്കുന്നത്. ഇതൊരു മസാജ്, ബോഡി മസാജറായിരുന്നു. അദ്ദേഹത്തിനൊക്കെ ബെഡ് സർക്കുലേഷൻ അല്ല. എത്ര വെള്ളം വേണ്ടാലും ഉണ്ടല്ലോ, പുറത്തോട്ട് വെള്ളം തരത്തില്ല, തെന്നി വീഴത്തില്ല. മൈക്രോ ഫൈബർ എന്ന് പറയുന്ന ഇമ്പോർട്ടിംഗ് മാറ്റാം. ഇത് ഗൾഫിലൊക്കെ ദുബായിലൊക്കെ പാർട്ടികൾ ഉപയോഗിക്കുന്നതാണ്. ബാത്റൂമിന്റെ വാതിൽ കിട്ടി നമ്മൾ കാലിലുള്ള വെള്ളം ഉണ്ടല്ലോ, ഒന്ന് ചവിട്ടി അന്നേരം വെള്ളം വലിഞ്ഞാവിയായി പോകും. വളരെ പ്രയോജനം ചെയ്ത് മാറി. ഇമ്പോർട്ടിംഗ് മാറ്റാം, ഫ്ലോർ മാറ്റ്. ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഫുഡ് കോർട്ട് ഇപ്രാവശ്യം ഒരു പ്രത്യേകത,
കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട് പാരഗൺ. പാരഗൺകാരാണ് ഇപ്രാവശ്യം ഇവിടുത്തെ ഫുഡ് കോർട്ട് എടുത്തിരിക്കുന്നത്. പാരഗണിൻ്റെ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്. ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ബിരിയാണി കഴിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തത്, പക്ഷെ നടന്നില്ല. പക്ഷെ എന്നാലും ഫുഡുകളൊക്കെ ഉണ്ട് ഇവിടെ. അവരിപ്രാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ചായ കോഫിയൊക്കെ ഉണ്ട്, പിന്നെ സ്നാക്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ടൈമിൽ. ഇതെന്താ കേട്ടാ? പഫിൻ ആണ് അല്ലേ? പഫിനാണ്. കേക്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. നേരത്തേക്ക് അപ്പം പഴംപൂരി അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള അവിടെ കുറേ ഉള്ളിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കുറേ ഐറ്റംസ് ഇവരുടെ ഉണ്ട്. എന്നാലും ബിരിയാണിയാണ് ഫേമസ്. ബിരിയാണി ഇപ്പം ഇല്ല, ഈവനിങ് ടൈം ആയതുകൊണ്ട് അതൊന്നും കാണത്തില്ല. എന്തൊക്കെയാണ് ഇരിക്കുന്നത്? കറികൾ എന്തൊക്കെയുള്ളത്? ചിക്കൻ്റെ എന്തൊക്കെയാ? ചിക്കൻ എന്തൊക്കെയാ? കറി അല്ലേ? നിങ്ങളുടെ ഫേമസ് അല്ലേ ഈ കോഴിക്കോട് ബിരിയാണി? തീർന്നോ? ഉണ്ടോ? എങ്ങനെയാ അതിൻ്റെ പ്രൈസൊക്കെ? 200 രൂപ അല്ലേ? കോഴിക്കോടൻ ബിരിയാണി അവരുടെ ഫേമസ് ആണ്. പാരഗണിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. അവിടെ പോയി ക്യൂ നിന്ന് വേണം കഴിക്കാൻ. 200 രൂപയാണ് എൻ്റെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഫ്രീ ബില്ലിംഗ് ആണ്. ഇവിടുന്ന് ബില്ലെടുത്ത് വാങ്ങി അവിടെ പോയി ചെന്നാലാണ് സാധനം കിട്ടുന്നത്. നമുക്ക് കുറേ സ്നാക്സ് ഒക്കെ നോക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, ചപ്പാത്തി പൂരിയൊക്കെ ചൂടാക്കിയിടണം. ഒന്നിനും വെണ്ണ വേണം. തേങ്ങ ഒക്കെ വറുത്തരയ്ക്കുന്നു. 7 മണി 8 മണിയാകുമ്പോൾ കൊതുക് പൂകും, കുന്തിരിക്കം, കല്ലൂർ പഞ്ചി അങ്ങനെയൊക്കെയുള്ള. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ?